ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചിക്കൻ സൂപ്പാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഐറ്റംസ്: 200 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ. ഇനി ഇതിന് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. ഒരു ചെറിയ സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാബേജും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ക്യാപ്സിക്കവും ഒരു പച്ചമുളകും നുറുക്കിയതുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റും. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ നാരങ്ങ നീരും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബട്ടർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇനി കോൺഫ്ലോറാണ്, അത് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 മുട്ടയും. ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു 5 ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ചിക്കൻ ഇങ്ങനെ വേകണം. ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഈ വെജിറ്റബിൾസ് ചേർത്ത് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കേണ്ടത്. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ചിക്കൻ പീസ് സെപ്പറേറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം ഈ ചിക്കൻ പീസ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താലും മതി. ഇനി വീണ്ടും നമുക്ക് ഈ ചിക്കൻ പീസ് വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മാറ്റി വെച്ച് മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന ഈ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ചൊഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് ഏകദേശമായി വരുന്നുണ്ട്. ഇനി സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ സോയ സോസ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ ഞാൻ കോൺഫ്ലവർ എല്ലാം ചേർക്കുന്നില്ല, കാരണം എൻ്റെ സൂപ്പ് ഓൾറെഡി നല്ല തിക്നെസ് ഉണ്ട്. തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് കോരി മാറ്റാം. ഇത് ചെറു ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇന്നത്തെ ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.